റെവറൻ ഡോക്ടർ സ്റ്റീഫൻ ആലത്തറ, CBCA ഡെപ്യൂട്ടി സെക്രട്ടറി, നമ്മോടൊപ്പം ഇപ്പോൾ ഈ ചർച്ചയിൽ വിലയിരുത്താൻ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ നമ്മോടൊപ്പം തത്സമയം ഗോവയിൽ നിന്നുണ്ട്. ഫാദർ സ്റ്റീഫൻ ആലത്തറ, വത്തിക്കാനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ വിശ്വാസ സമൂഹം, ലോകം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതീവ ലളിതമായിട്ടായിരിക്കണം തൻ്റെ സംസ്കാര ചടങ്ങുകൾ. തൻ്റെ അവസാന നിയമത്തിൽ പ്രത്യേക അലങ്കാരങ്ങളില്ലാതെ ലളിതമായി ഭൂമിയിൽ അടക്കം ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ലാറ്റിൻ ഭാഷയിൽ മാർപ്പാപ്പയുടെ പേര് മാത്രം ആലേഖനം ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാനാകുന്നത്. ഫ്രാൻസിസ്കസ്, ഇത് പതിവില്ലാത്തതാണോ ഫാദർ സ്റ്റീഫൻ ആലത്തറ? അതീവ ദുഃഖത്തോടെയും വേദനാ നിർഭരമായ ഒരു ഹൃദയത്തോടു കൂടിയാണ് ലോകത്തിലെമ്പാടുമുള്ള കത്തോലിക്ക സമൂഹവും ക്രൈസ്തവ സമൂഹവും ഈ ദൃശ്യങ്ങള് കാണുകയും പ്രാർത്ഥനാ നിർഭരമായിട്ട് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അസാധാരണമായൊരു മൃതസംസ്കാര ശുശ്രൂഷയാണ് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിലുള്ള ചത്തുരത്തിൽ ഇപ്പോൾ നടക്കുവാനായിട്ട് പോകുന്നത്. മാർപ്പാപ്പമാർക്കൊക്കെ മൃതസംസ്കാര ശുശ്രൂഷകൾ വളരെ മഹോത്സവമായി, വളരെ സോളമായിട്ടുള്ള രീതിയിലാണ് നടത്തിയിട്ടുള്ളത്. ഫ്രാൻസിസ് പാപ്പ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആ ഒരു പ്രത്യേക ലാളിത്യത്തിന്റെ ശൈലി ഈ മൃതസംസ്കാര ശുശ്രൂഷയിലും പ്രകടമാകുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. സാധാരണ മാർപ്പാപ്പമാരെ, ഈ ഭൂരിഭാഗം മാർപ്പാപ്പമാരെയും അടക്കം ചെയ്തിട്ടുള്ളത് വത്തിക്കാൻ കുന്നില് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് കീഴിലുള്ള പത്രോസിന്റെ കബറിടത്തിന് സമീപമുള്ള സ്ഥലങ്ങളിലായിട്ടാണ് ഭൂരിഭാഗം മാർപ്പാപ്പമാരെയും അടക്കം ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ചു പേരെ മാത്രമാണ് ലാറ്ററൻ ബസിലിക്ക എന്ന് പറയപ്പെടുന്ന വളരെ റോമ അതിരൂപതയുടെ കത്തീഡ്രൽ ദേവാലയമായ വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ തന്നെ ഭാഗമായ റോമ പട്ടണത്തിന്റെ റോമ പട്ടണത്തിന്റെ മറ്റു ഭാഗത്തുള്ള ലാട്രൻ ബസിലിക്കയിൽ അടക്കം ചെയ്തിട്ടുള്ളത്. മരിയ മജോറെ റോമ തെർമിനി റെയിൽവേ സ്റ്റേഷന്റെ, റോമിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഒരു വലിയ ദേവാലയമാണ്. ഈ മരിയ മജോറെ ദേവാലയത്തിലും ഏതാനും മാർപ്പാപ്പമാരെ സംസ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് മരിയ മജോറെ ദേവാലയത്തിലെ ക്ലെമന്റ് 9 മാർപ്പാപ്പയാണ് ഏകദേശം 350ഓളം വർഷങ്ങൾക്ക് മുമ്പ് സംസ്കരിച്ചിട്ടുള്ളത്. ഈ മരിയ മജോറെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നേരത്തെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ, റോമിൽ നിന്നുള്ള നമ്മുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് പരിശുദ്ധ കന്യകാമറിയത്തോട് വളരെ ആഴമായ ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം റോമാ പട്ടണം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ വത്തിക്കാനിൽ നിന്ന് മരിയ മജോറെ ദേവാലയത്തിലെത്തി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മുൻപിൽ പ്രാർത്ഥിച്ച ശേഷമാണ് അദ്ദേഹം യാത്രകൾ നടത്തിയിട്ടുള്ളത്. റോമാ പട്ടണത്തിലേക്ക് കയറുന്നതിന് മുൻപ് മരിയ മജോറെ ദേവാലയത്തിൽ, ബസിലിക്ക ദേവാലയത്തിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് അദ്ദേഹം വത്തിക്കാനിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഈ മരിയ മജോറെ ദേവാലയത്തിന്റെ ക്രിപ്റ്റില് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ ദേവാലയം വളരെ പഴക്കമുള്ള ഒരു ദേവാലയമാണ്. ആ ദേവാലയത്തിലെ വിവിധങ്ങളായിട്ടുള്ള അൾത്താരകളുണ്ട്. ഒരു അൾത്താര പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലാണ്. ഈ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഫ്രാൻസിസ് പാപ്പായ്ക്ക് ജോർജ് മരിയ ബെർഗോളിയയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺക്ലേവിൽ ഇദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, ബ്യൂണസ് ഐറിസിലെ കർദിനാള് ജോർജ് മരിയ ബെർഗോളിയോ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, സാവോ പൗളയിലെ കർദിനാളായിരുന്ന ഹ്യൂമസ് അദ്ദേഹത്തോട് പറഞ്ഞത് പാവപ്പെട്ടവരെ ഓർക്കണം. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതാണ് മറ്റൊരു ക്രിസ്തു, അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ ക്രിസ്തു എന്നൊക്കെ അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഈ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഒരു ദേവാലയം ഈ മരിയ മജോറെ ദേവാലയത്തിനകത്തുണ്ട്, അൾത്താര എന്ന് പറയും. ഈ അൾത്താരയ്ക്ക് സമീപമാണ് അദ്ദേഹത്തിന്റെ കല്ലറ, അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ പോകുന്ന കല്ലറ എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ളതാണ്. മരിയ മജോറെ ദേവാലയത്തിന് ഒത്തിരിയേറെ ചരിത്ര പ്രാധാന്യമുണ്ട്. ബൈബിൾ പണ്ഡിതനായ വിശുദ്ധ ജെറോം ബൈബിൾ വിവർത്തനം ചെയ്ത, ലത്തീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത, ജെറുസലേമിൽ പോയി യേശു ജനിച്ചു എന്ന് കരുതുന്ന ഗുഹയിൽ പോയി താമസിച്ച് വിശുദ്ധ ഗ്രന്ഥം ലത്തീൻ ഭാഷയിലേക്ക് പുരാതന കാലത്ത് വിവർത്തനം ചെയ്ത മഹാപണ്ഡിതനായ വിശുദ്ധ ജെറോമിനെ അടക്കം ചെയ്തിട്ടുള്ളതും കത്തോലിക്കരെ സംബന്ധിച്ചോളം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടക്കം ചെയ്തിട്ടുള്ളതും ഈ മരിയ മജോറെ ദേവാലയമാണ്. റോമായിലെ 4 പ്രധാന ബസിലിക്കകളാണ് ഉള്ളത്. ഒന്ന് വത്തിക്കാൻ കുന്നിലെ വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക.
രണ്ടാമത്തേത് മാർപ്പാപ്പയുടെ കത്തീഡ്രൽ അല്ലെങ്കിൽ റോമ അതിരൂപതയുടെ കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ദേവാലയം എന്നെല്ലാം വിളിക്കപ്പെടുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി AD 300 പണം കഴിച്ചിട്ടുള്ള ലാറ്ററൻ ബസിലിക്ക. മൂന്നാമത്തേത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന റോമ പട്ടണത്തിന്റെ മതിലിന് പുറത്തുള്ള മേജർ ബസിലിക്ക എന്നറിയപ്പെടുന്ന സെയിന്റ് പോൾസ് മേജർ ബസിലിക്ക. നാലാമത്തെ മേജർ ബസിലിക്കയാണ് ഈ മരിയ മജോറെ. അവിടെയാണ് പരിശുദ്ധ പിതാവിനെ ഫ്രാൻസിസ് പാപ്പായെ അടക്കം ചെയ്യുവാൻ പോകുന്നുള്ളത് എന്നത് വളരെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തന്നെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്.